എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പത്രങ്ങളിലും ചാനലിലും എല്ലാം അധികമായിട്ട് വന്നൊരു വാർത്തയാണ്. ഉപ്പുതറ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പണിത വീടുകളിൽ നല്ലൊരു ശതമാനവും അനർഹർക്ക്, അർഹതപ്പെടാത്തവർക്ക് കൊടുത്തു. ഈ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ 454 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ 2 ബെഡ്റൂമും ഒരു കുഞ്ഞു ഹാളും ഒരടുക്കളയും വേണ്ടി വന്ന ഒരു ബാത്റൂമും കൂടെ കൂട്ടി പണിയാനായിട്ട്, അത് സാധുക്കളായ ജനങ്ങൾക്ക് പണിയാനായിട്ട് 4 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുന്ന ഒരു ഭവന പദ്ധതിയാണ് ഈ ലൈഫ് പദ്ധതി എന്ന് പറയുന്ന വീട് പദ്ധതി. ഇത് ചില കണക്കുകൾ പറയുന്നു 4,24,800 വീടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1,14,000 വീടുകൾ ഇപ്പം നിർമ്മാണത്തിലുണ്ടെന്നൊക്കെ പറയുന്നു. ഹിന്ദു പത്രം കഴിഞ്ഞ വർഷം ഒരു കണക്ക് വിട്ടതും പ്രകാരം ഏതാണ്ട് 4 ലക്ഷത്തോളം വീടുകൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 18,000 കോടി രൂപ ഇതിനു വേണ്ടി ചെലവിട്ടിട്ടുണ്ട്. ഏതാണ്ട് കണക്കുകളാണ് പറയുന്നത്, കൃത്യമായ കണക്കൊന്നുമില്ല. എന്നാൽ നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഗവൺമെൻറ്റേതര ഏജൻസികളോ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതിൽ നല്ലൊരു ശതമാനം വീടുകൾ ലഭിച്ചിരിക്കുന്നത് അർഹർക്കല്ല. എന്ന് പറഞ്ഞാൽ ഈ വീട് ലഭിക്കാൻ അർഹതയുള്ള ആളുകൾക്കല്ല ഇത് ലഭിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വളരെ രസകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, 1000 സ്ക്വയർ ഫീറ്റ്, 1200 സ്ക്വയർ ഫീറ്റ് ആ ലെവലിലുള്ള പല വീടുകൾക്കകത്തും ഈ ലൈഫ് വീടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധങ്ങളുള്ള ആളുകൾ വളരെ തന്ത്രപരമായി ഈ വീടുകളുടെ 4 ലക്ഷം രൂപ മേടിച്ചെടുത്തിട്ട് ഇവരുടെ വീടുകൾക്കകത്തേക്ക്, എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇതങ്ങ് പണിതിട്ട് ഇവർ ഈ പണം മേടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഗ്രാമസേവകന്മാർക്കും എല്ലാം നല്ല മാന്യമായ പങ്കുണ്ട്. നമ്മളിത് മനസ്സിലാക്കുന്നത് കാറും ഇരുചക്ര വാഹനങ്ങളും, ഒരെണ്ണമല്ല ഒന്നിലധികം ഇരുചക്ര വാഹനങ്ങളും കാറുകളും വരെയുള്ള വീട്ടുകാർ കേരളത്തിൽ പല സ്ഥലത്തും ഈ ലൈഫിൻ്റെ ഗുണഭോക്താക്കളാണ്. അനേക വീടുകൾ അർഹതപ്പെടാത്തവർ ഇത് മേടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചില രാഷ്ട്രീയക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു വീട്ടിലൊക്കെ 3-4 പേർക്കായിട്ട്, അപ്പനും മക്കൾക്കും ഒക്കെ പലർക്കായിട്ട് വീട് ലഭിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും അപ്പനും മക്കൾക്കും കല്യാണമൊക്കെ കഴിഞ്ഞവർക്കൊക്കെ ആയിട്ട് പലർക്കും വീട് കൊടുത്തിട്ടുണ്ട്, ഒന്നും അർഹതപ്പെടാത്തവർ. വേറെ രസമല്ല, ശരിക്കും അന്വേഷിച്ച് ചെല്ലുമ്പം ഈ മലയോര മേഖലയിലെ ടൂറിസം ഉള്ള ഏരിയകളിൽ ഇങ്ങനെ പണിയിപ്പിച്ചെടുത്ത വീടുകൾ, ഈ 4 ലക്ഷം രൂപ മുടക്കി പണിയിച്ചെടുത്ത വീടുകൾ ടൂറിസം മേഖലയിൽ ഇത് കോട്ടേജായിട്ടും ഹോം സ്റ്റേ ആയിട്ടും ഒക്കെ ഇപ്പം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ, വയനാട് ജില്ലയിലൊക്കെ ഇങ്ങനെ പണിത വീടുകൾ ഹോം സ്റ്റേ ആയിട്ടും പിന്നെ കോട്ടേജ് ആയിട്ടും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നു. 454 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാൻ സർക്കാർ പൈസ മുടക്കും. അതെങ്ങനെയെങ്കിലും മേടിക്കെടുക്കാൻ പറ്റിയ വാടക നമ്മുടെ കയ്യിലും കിട്ടും. പലർക്കും കൊടുത്ത വീടുകളിൽ വീട് പണി തീർന്ന് കിടപ്പുണ്ട്. ചിലതൊക്കെ പണിതെടുത്ത് അതിനകത്ത് താമസിക്കാൻ ആളില്ല, ചുമ്മാ അപേക്ഷ വെച്ചു, രാഷ്ട്രീയ ബന്ധം മൂലം സംഭവം കിട്ടി, പണിതപ്പോൾ താമസിക്കാൻ ആളില്ല. കാരണം ഈ പണിതവർക്ക് വേറെ വീടുണ്ട്, അവർ സുഖമായിട്ട് അവരുടെ വേറെ വീട്ടിൽ താമസിക്കുക, രണ്ടാമത്തേത് പണിത് അവിടെ ഇവിടെ ഇട്ടിരിക്കുക. ഇത് ശരിക്കും അന്വേഷിക്കേണ്ടതുപോലെ, ഇപ്പോൾ ഉപ്പുതറയിലേത് വിജിലൻസ് അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. അത് അർഹതപ്പെട്ടവർക്ക് കിട്ടിയെന്ന് അവസാനം റിപ്പോർട്ട് വരാതിരുന്നാൽ ഭാഗ്യം. പക്ഷേ അത് അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചിട്ട് ഇത് അർഹതപ്പെടാത്തവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ അത് തിരികെ പിടിക്കുകയും ആ പണത്തിൻ്റെ പലിശ സഹിതം ഉൾപ്പെടെ തിരിച്ചു പിടിച്ചാൽ ഖജനാവിലേക്ക് വലിയൊരു തുക വരികയും ചെയ്യും. ചില മാസങ്ങൾ പോലും ലോൺ എടുക്കാതെ ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാനുള്ള വകുപ്പ് അതിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ വീടുകൾ ഇപ്പം 4,24,800 വീടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1,14,000 വീടുകൾ ഓൺഗോയിങ് ആയിട്ട് നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പറയുന്ന കണക്ക് സത്യമാണെങ്കിൽ
ഗവൺമെൻറ്റിന് ഇതിൻ്റെ കണക്കുകളൊക്കെ എടുക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയുമല്ലോ. കൃത്യമായൊരു അന്വേഷണം നടത്താമെങ്കിൽ വലിയൊരു തുക പലിശ സഹിതം സർക്കാരിലേക്ക് വരും. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, നിയമ നടപടികൾ വരും എന്ന് തോന്നിയാൽ പണം അടയ്ക്കാൻ ശേഷിയുള്ളവരുടെ കയ്യിലാണ് മിക്കരുടെ കയ്യിലും ഈ വീട് നിൽക്കുന്നത്. നിയമ നടപടികൾ വരും, ഇത് വിഷയമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പണം അടയ്ക്കാൻ ശേഷിയുള്ള ആളുകളാണ് ഇതിൽ മിക്കരും. കാരണം 2-3 ടൂ വീലറുകളും 1-ലധികം കാറുകളും ഒക്കെ ഉള്ളവർക്ക് പോലും ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീടുകൾ ഈ 450-454 സ്ക്വയർ ഫീറ്റിന് താഴെ ആദ്യം ഒരു പ്ലാൻ വരച്ച് അത് പഞ്ചായത്തിലോട്ട് കൊടുത്തിട്ട് ഈ വീട് പണി അങ്ങ് തുടങ്ങും. എന്നിട്ട് ഈ വീട് പണി അങ്ങോട്ട് തുടങ്ങി അത്യാവശ്യം ഇതിൻ്റെ വാർക്കയും ആ ജനലും കതകും എല്ലാം ഒന്ന് വെച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇത് പണി തീർന്നെന്നും പറഞ്ഞ് പഞ്ചായത്തിനെ കൊണ്ട് നമ്പർ ഇടിക്കും. 454 സ്ക്വയർ ഫീറ്റിനുള്ളൊരു കുഞ്ഞ് ടാക്സ് പിടിക്കും. എന്നിട്ട് നമ്പർ ഇടിയിൽ കഴിഞ്ഞ് ടാക്സ് കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിനോ ഗ്രാമസേവകനോ ഒന്നും അങ്ങോട്ട് വരേണ്ട ഒരു കാര്യവുമില്ല. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൂടെ അങ്ങോട്ട് പണിയും. അപ്പോൾ ഒരു ഹോളും 2 ബെഡ്റൂമും 1 കിച്ചണും സർക്കാരിൻ്റെ ചിലവിൽ, ബാക്കി ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം കൂടെ വീട്ടുകാരൻ്റെ സ്വന്തം ചിലവിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കയറി താമസം വെക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു അത്യാവശ്യമൊക്കെ ഉള്ള ഒരു 10,200 സ്ക്വയർ ഫീറ്റിന് താഴോട്ടുള്ള പല വീടുകളും അതിനകത്ത് ഈ ലൈഫിൻ്റെ വീട് ഒളിഞ്ഞിരിപ്പുണ്ട്. ആദ്യം അതിൻ്റെ പൈസ ഇഞ്ഞ് മേടിച്ചെടുത്തു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആദ്യമേ 454 സ്ക്വയർ ഫീറ്റിന് നമ്പറിട്ട് കരവിട്ടതുകൊണ്ട് പഞ്ചായത്തിന് ഇതിൻ്റെ നികുതിയും കൂട്ടാൻ പറ്റിയല്ല. അപ്പോൾ പഞ്ചായത്തിന് 1 അർഹതപ്പെടാത്തവർക്ക് കൊടുത്തു, 2 പഞ്ചായത്തിന് അർഹതയായിട്ട് കിട്ടേണ്ട നികുതികളും കിട്ടാത്ത അവസ്ഥയിലോട്ട് ഇത് മാറിയിട്ടുണ്ട്. കാരണം ഈ 454 സ്ക്വയർ ഫീറ്റിന് നമ്പറിട്ടിട്ട് ഏരിയ മാർക്ക് ചെയ്ത് ലൈഫ് പദ്ധതി പ്രകാരം ആ ഏറ്റവും കുറഞ്ഞ ടാക്സ് ഇട്ട് കൊടുത്ത വീടിന് പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ പോയി അളന്ന് കഴിഞ്ഞിട്ട് ടാക്സ് കൂട്ടിയിട്ടാൽ അത് ഈ ഉദ്യോഗസ്ഥന്മാർക്കും പ്രശ്നമാകും, ആ ഭരിക്കുന്ന പഞ്ചായത്തിലെ നേതൃത്വത്തിനും പ്രശ്നമാകും, എല്ലാവർക്കും പ്രശ്നമാകുന്നത് കൊണ്ട് ഈ അർഹതപ്പെടാത്തത് മേടിച്ചെടുത്തവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമായി മാറും. സത്യത്തിൽ സർക്കാരിൽ കിട്ടേണ്ട, പഞ്ചായത്തുകളിൽ കിട്ടേണ്ട വലിയ നികുതി, ഇപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 4.25 ലക്ഷം വീടുകളിൽ ഒരു പകുതിയോളമൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നികുതി തന്നെ കോടികൾ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലൊക്കെ പണിത വീടുകൾ, ഈ ലൈഫ് പദ്ധതി പ്രകാരം പണിത വീടുകളുടെയൊക്കെ ചരിത്രം ഒന്ന് അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചാൽ, കൊടുത്തവരന്വേഷിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല, ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസറിൻ്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ ഇതിനൊരു അന്വേഷണം വന്നാൽ ഒരുമാതിരിപ്പെട്ട പല വീടുകളും പണം തിരിച്ചടയ്ക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ആ നമ്പറിട്ട് ആ കാലഘട്ടം തൊട്ടുള്ള ഇതിന് ഈ വലിപ്പത്തിനകത്ത് വ്യത്യാസം വന്നിട്ടുള്ള ടാക്സും അതിൻ്റെ പലിശയും കുടിശ്ശികയും എല്ലാം കൂടി എടുത്താൽ മാന്യമായൊരു തുക വരികയും ചെയ്യും. തന്നെയുമല്ല, അതിൻ്റെ പലിശയും കൂടെ കൂട്ടിയെടുത്താൽ മാന്യമായൊരു തുക സർക്കാരിലേക്ക് വരും. തന്നെയല്ല, ഇത് ശരിക്കും ഒരു ക്രിമിനൽ കുറ്റവും കൂടെയാണ്. ഇത് പാവപ്പെട്ടവൻ്റെ കഞ്ഞിക്കകത്ത് കൈയിട്ട് വാരിയ ചരിത്രമായത്. ഇത് വലിയൊരു ചീറ്റിങ്ങാണിത്. ഇത് അർഹതപ്പെട്ടവന് കൊടുക്കാതെ രാഷ്ട്രീയത്തിൻ്റെ ബലത്തിൽ സാധുക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് കൈയിട്ട് വാരുന്നൊരു ചരിത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 2 രൂപയുടെ അരി പോയി മേടിക്കുന്നത് പോലെ തന്നെയാണ്, അതിലും വലിയ കുറ്റമായത്. അപ്പോൾ ഇതിനകത്ത് കേസ് പൈസ എടുക്കാൻ ഉള്ള വകുപ്പുകളുണ്ട്. കാരണം ശരിക്കും എടുക്കേണ്ട പോലെ എടുത്താൽ അകത്ത് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സർക്കാരിലേക്ക് കോടികൾ തിരിഞ്ഞു വരികയും ചെയ്യുമെന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ വില്ലേജ് മാത്രമൊന്നുമല്ല ഈ വിഷയം കിടക്കുന്നത്. ഇത് പത്രക്കാരുടെയും ചാനലുകാരുടെയും ഒന്നും ശ്രദ്ധയിലോട്ട് അധികം പെടാതെ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ പ്രേക്ഷകരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചോ, ഇത് ഈ വീട് കിട്ടിയേക്കുന്നത് പലതും അർഹതപ്പെടാത്ത ആളുകൾക്കാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് കുറച്ച് ആളുകൾ ഭരണമെല്ലാം നല്ലതാണെന്ന് എപ്പോഴും പറയുന്നത് ചോദിച്ചാൽ ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാന കാരണം അവരല്ല ഇതിൻ്റെ എല്ലാം ഉപഭോക്താക്കളാണെന്നുള്ളതാണ്.
അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് സർക്കാർ വച്ചിരിക്കുന്നത് അടിച്ചു മാറ്റിയ കള്ളന്മാരെ പിടിക്കാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.